എക്സസൈസ് 10.2 വളരെ ഇമ്പോർട്ടൻ്റ് ആയ 7 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം ഇസ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ ഫോം ഉപയോഗിക്കേണ്ടത് ലൈനിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ടാകും. x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റും ലൈനിൻ്റെ സ്ലോപ്പ് എമ്മും തന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഫോം ഉപയോഗിക്കുന്നത്. ഒരു പോയിന്റും ലൈനിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പോയിന്റും ലൈനിൻ്റെ സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. സെക്കൻഡ് വൺ, 2 point ഫോം. y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത് ലൈനിൻ്റെ മുകളിലിരിക്കുന്ന രണ്ട് പോയിന്റ്സ് തന്നാലാണ് x1 y1 ആൻഡ് x2 y2. ഇഫ് x1 y1 ആൻഡ് x2 y2 ആർ എനി ടു പോയിന്റ്സ് ഓൺ ദ ലൈൻ, then equation of line is y minus y1 equal to y2 minus y1 divided by x2 minus x1 into x minus x1. Now third one, intercept form, in which slope m and y intercepts are given. Slope equal to m and y intercept equal to c. Line in the slope m അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് സിയും തന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. y is equal to mx plus c. Now fourth one, slope m and x-intercept equal to d. Then equation of line is y equal to m into x minus d. y equal to m into x minus d. ലൈനിൻ്റെ സ്ലോപ്പ് എം, എക്സ് ഇൻ്റർസെപ്റ്റ് ഡി തന്നു കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. നൗ ഫിഫ്ത്ത് വൺ, എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ് ആർ ഗിവൻ. എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു എ, y intercept equal to b. Then equation of line is x by a plus y by b equal to 1. x by a plus y by b equal to 1. ഇപ്പോൾ ഈ 5 ഇക്വേഷൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഫസ്റ്റ് വൺ, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. സെക്കൻഡ് വൺ, y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x minus x1. Now third one, y equal to mx plus c. Fourth one, y equal to m into x minus d. Fifth one, x by a plus y by b equal to 1. പിന്നെ നമ്മൾ എക്സസൈസ് 10.2 വളരെ ഇമ്പോർട്ടൻ്റ് ആയ 7 പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ 8 മുതൽ 14 വരെയുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എക്സസൈസിലെ സെയിം ഓർഡറിലല്ല എടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 7 പ്രോബ്ലംസ് ആണ് ഈ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 7 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതിൽ 8th വൺ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ദാറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 2, 3. ഓക്കെ, ലൈൻ ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. എക്സ് ആക്സിലും വൈ ആക്സിലും കട്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള, ഒറിജിനിൽ നിന്നും കട്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. നമ്മുടെ ലൈൻ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ലൈനിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു വൈ ഇൻ്റർസെപ്റ്റ് ആണ്. അതുകൂടാണ്ട് ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്, ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് 2, 3. ഒറിജിനിൽ നിന്നും ലൈൻ എക്സ് ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എടുക്കുന്നത് എ ആണ്. ഓക്കെ, എക്സ് ഇൻ്റർസെപ്റ്റ് സി. സാധാരണ വൈ ഇൻ്റർസെപ്റ്റ് ബി ആണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു വൈ ഇൻ്റർസെപ്റ്റ് ആയതുകൊണ്ട് ബിക്ക് പകരം നമ്മൾ എ തന്നെ എടുക്കാം. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു എ. ഇൻ ദിസ് കേസ് ബി ഈസ് ഈക്വൽ ടു എ. ഗിവൻ ബി ഈസ് ഈക്വൽ ടു എ, എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ് ആർ ഈക്വൽ, and given that the line passes through the point 2, 3. Now when x and y intercepts are given, equation of line is x by a plus y by b equal to 1. Here b is equal to a, so we have x by a plus y by a equal to 1. This implies x plus y equal to
a. 1 into a is a. Okay, ഇവിടെ whole divided by a വരും. ആ a നെ RHSലേക്ക് എടുത്തു. 1 into a is a. X plus y is equal to a. This is equation of line. Okay, x plus y equal to a. ഇനി നമ്മൾ a യുടെ വാല്യൂ കണ്ടുപിടിക്കണം. Now second condition ആണ് അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. Line passes through the point 2, 3. So the point 2, 3 satisfies equation 1. ഈ 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിന്റെ മുകളിലിരിക്കുന്ന പോയിന്റ് ആണ്. So this point satisfies equation 1. So put x equal to 2 and y equal to 3 in equation 1. So implies 2 plus 3 is equal to a. That is a is equal to 5. So equation of line is x plus y is equal to 5. A ഉള്ള സ്ഥലത്ത് 5 substitute ചെയ്യണം. So equation of line is x plus y equal to 5. So answer is x plus y equal to 5. Now next one, the vertices of triangle PQR are P21, Q minus 23 and R 4, 5. Find the equation of the median through the vertex R. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ PQR. അതിൻ്റെ വേർട്ടിസസ് തന്നിട്ടുണ്ട്, PQR എന്ന് പറഞ്ഞ 3 വേർട്ടിസസ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് മീഡിയൻ ആണ്. മീഡിയൻ്റെ ഇക്വേഷൻ ത്രൂ ദ വേർട്ടെക്സ് ആർ. ഇക്വേഷൻ ഓഫ് മീഡിയൻ ത്രൂ ദ വേർട്ടെക്സ് ആർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ PQR വരച്ചിട്ടുണ്ട്. P is the point 2, 1, Q minus 2, 3 and R 4, 5. Now median is a line segment joining a vertex and the midpoint of its opposite side. R എന്ന് പറയുന്ന വേർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻ എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റ് ആണ്. RM എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. വെർ M is the midpoint of PQ. M is the midpoint of PQ. Median is a line segment joining a vertex and the midpoint of its opposite side. R എന്ന് പറഞ്ഞ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് PQന്റെ മിഡ് പോയിന്റ് ആണ് M. ആ എമ്മിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് RM ആണ് മീഡിയൻ. ഓക്കെ, RMന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് M എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. M is the midpoint of PQ. So we have to use midpoint formula. Midpoint M equal to x1 plus x2 by 2, y1 plus y2 by 2, where x1, y1 coordinates of P, that is 2, 1. x2, y2 coordinates of Q, that is minus 2, 3. So x1 plus x2 by 2, 2 plus minus 2 divided by 2. y1 plus y2, 1 plus 3 by 2. Now 2 plus minus 2 is 0, 0 by 2 is 0. 1 plus 3 is 4, 4 by 2 is 2, 0, 2. So M is the point 0, 2. R is the point 4, 5. M is the point, R is the point 4, 5. M is the point 0, 2. Now we have to find equation of RM. Here we have to use 2-point form. Y minus y1 equal to y2 minus y1 divided by x2 minus x1. ലൈനിൻ്റെ മുകളിലിരിക്കുന്ന 2 പോയിന്റ്സ് അറിയാം, അതുകൊണ്ട് നമ്മളിവിടെ 2-point form ഉപയോഗിക്കണം. Now y minus y1, y1 is 5, y2 is 2, y1 is 5, divided by x2 minus x1, 0 minus 4 into x minus x1, x1 is 4. This implies y minus 5 is equal to 2 minus 5 is minus 3 divided by minus 4, x minus 4. ഇവിടെ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും. 4നെ LHSലേക്ക് എടുക്കണം. 4 into y minus 5 is equal to 3 into x minus 4. 4y minus 20 equal to 3x minus 12. ഇനി 4y minus 20നെ RHSലേക്ക് എടുക്കാം. 3x minus 4y minus 12 plus 20 equal to 0. That is 3x minus 4y plus 8 equal to 0. This is equation of the median RM. Equation of median is 3x minus 4y plus 8 equal to 0. Now next one, find the equation of the line passing through minus 3, 5 and perpendicular to the line through the points 2, 5 and minus 3, 6. അതായത് ഇവിടെ 2, 5 minus 3, 6 എന്ന് പറഞ്ഞ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്.
-3 6 ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ -3 5. ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ -3 5 ആൻഡ് പെർപെൻഡിക്കുലർ ടു L1. നമുക്ക് ആദ്യത്തെ ലൈനെ L1 ആയിട്ട് എടുക്കാം. സോ വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ L which passes through -3 5 and perpendicular to L1. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് condition of perpendicularity. L1 is perpendicular to L2. എന്താ condition of perpendicularity? M1 into M2 equal to -1. അപ്പോൾ നമ്മൾ ആദ്യം L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് Lന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് Lന്റെ സ്ലോപ്പ് കിട്ടും. അതുപോലെ തന്നെ Lന്റെ മുകളിലിരിക്കുന്ന ഒരു പോയിന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് Lന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഞാനിവിടെ ഫിഗർ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുണ്ട്. -3 5, P is the point 2 5, Q is the point -3 5. ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന PQയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ L1 ഉണ്ട്. L1 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Lന്റെ ഇക്വേഷനാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ലൈൻ Lന്റെ ഇക്വേഷനാണ്. This line passes through A -3 5 and perpendicular to, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. Perpendicular to L1. L1 ആയിട്ട് perpendicular ആണ്. L1 passes through PQ given 2 points. Okay, we have to find equation of L which passes through -3 5 and perpendicular to L1. അപ്പോൾ നമുക്ക് ആദ്യം L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. L1 passes through 2 5 and -3 6. So slope of L1, let it be M1, which is equal to y2 minus y1 divided by x2 minus x1. That is 6 minus 5 divided by -3 minus 2. That is 1 divided by -5, which is equal to -1 by 5. So slope of L equal to, slope of L is equal to, we have M1 into M is equal to -1. Condition is M1 into M2 equal to -1. നമുക്ക് ഇവിടെ വേണമെങ്കിൽ M1 into M2 എടുത്താലും കുഴപ്പമൊന്നുമില്ല. So M2 equal to -1 by M1. So slope of L, where L is perpendicular to L1, slope of L is -1 divided by slope of L1, which is -1 divided by -1 by 5. Minus cancel ചെയ്ത് പോകും. 1 by 5ന്റെ reciprocal 5. So slope of L is equal to 5. So M is equal to 5 and the line passes through the point, line L passes through the point x1 y1, which is equal to -3 5. So equation of line is y minus y1 equal to M into x minus x1. That is y minus 5 is equal to 5 into x minus -3. That is y minus 5 is equal to 5 into x plus 3. That is y minus 5 is equal to 5x plus 15. 5x plus 15. That is 5x minus y. ഈ രണ്ട് ടേംസിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. 5x minus y minus 5 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 5 ആകും. 15 plus 5 is 20 equal to 0. So equation of line L is 5x minus y plus 20 equal to 0. Now 11th one. Find equation of the line passing through 2 2 and cutting off intercepts on the axis whose sum is 9. Okay, intercept in the sum 9 തന്നിട്ടുണ്ട് and line passes through the point 2 2. Okay, line 2 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. A22 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ x ഇന്റർസെപ്റ്റ് A, y ഇന്റർസെപ്റ്റ് B. ഈ ഇന്റർസെപ്റ്റിന്റെ സം 9 തന്നിട്ടുണ്ട്. That is A plus B is equal to 9. രണ്ട് കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. Line passes through the point 2 2 and cutting off intercepts on the axis whose sum is 9. That is A plus B is equal to 9. Given A plus B equal to 9 and the line passes through the point 2 2. Okay, when intercepts x intercept A and y intercept B are given, equation of line is x by A plus y by B equal to 1.
Now this line passes through the point 2, 2. So substitute x equal to 2 and y equal to 2 in equation 1. We get 2 by a plus 2 by b equal to 1. That is 2a plus 2b equal to ab. Denominator ab എടുക്കണം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2b ഇവിടെ ഇപ്പോൾ ഡിനോമിനേറ്റർ എയും ബി ആണെന്നിരിക്കുന്നത്. നമ്മൾ ഡിനോമിനേറ്റർ എ ബി എടുക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2b plus 2a equal to ആ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന എ ബിനെ ആർ എച്ച് എസിലേക്ക് എടുക്കണം. 1 into a b is ab. That is 2 into a plus b equal to ab. This implies 2 into, we have a plus b is equal to 9. 2 into 9 equal to a into, now from this equation, b is equal to 9 minus a. So substitute b is equal to 9 minus a. b less 9 minus a. 2 into 9 is 18. 18 equal to 9a minus a square. That this implies a square. ഈ രണ്ട് ടേംസിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. a square minus 9a plus 18 equal to 0. a square minus 9a plus 18 equal to 0, which is a quadratic equation. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. So we have a square minus 9a plus 18 equal to 0, which is a quadratic equation. So solution is obtained by using the formula a is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. Okay, ഈ a ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എ ബി സി, ഈ ഫോർമുലയിൽ വരുന്ന എ ബി സി എന്ന് വെച്ചാൽ a is 1, b is minus 9, c is equal to 18. Okay, so we have 9 plus or minus root of 81, 4 into a into c. 4 into 1 is 4, 4 into 18, 72 divided by 2a, that is 2 into 1, which is 2. That is 9 plus or minus root of 9 divided by 2, that is 9 plus or minus 3 divided by 2, 12 by 2 and 6 by 2. So answer is 6 and 3. We have a plus b is equal to 9. When a is equal to 6, b is equal to 3. When a is equal to 3, b is equal to 6. When a is equal to 6 and b is equal to 3, equation of line is x by a plus y by b equal to 1. That is x by 6 plus y by 3 equal to 1. Take denominator 6. We have x plus 2y equal to 1. This implies x plus 2y equal to 6. When a is equal to 3, b is equal to 6, equation of line is x by a, that is x by 3 plus y by b, y by 6 equal to 1. Okay, this implies, take denominator 6, 2x plus y equal to 1 or 2x plus y is equal to 6. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ആൻസർ കിട്ടും. x plus 2y equal to 6 എന്ന് കിട്ടും, 2x plus y equal to 6 എന്ന് കിട്ടും. These are the solutions. 2x plus y equal to 6 and x plus 2y equal to 6. Now 12th one, find equation of the line through the point 0 to making an angle 2 pi by 3 with the positive x-axis. അപ്പോൾ നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതുപോലെ ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ ഇസ് 2 pi by 3. അപ്പോൾ ആംഗിൾ തീറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. എം ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, എം ഈക്വൽ ടു ടാൻ 2 pi by 3. അപ്പോൾ നമുക്ക് സ്ലോപ്പും കിട്ടി, പിന്നെ പോയിന്റും അറിയാം. ലൈനിൻ്റെ മുകളിലിരുന്ന് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് പോയിന്റ് കിട്ടിയത് കൊണ്ട് നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കണം. ഒരു പോയിന്റ് അറിയാം, പിന്നെ സ്ലോപ്പ് അറിയാം, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം ഇസ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഉണ്ട്. ഓൾസോ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ഇറ്റ് ആൻഡ് ക്രോസിംഗ് ദ y ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 2 units ബിലോ ദ ഒറിജിൻ. ഇത് നമ്മുടെ L1 ആണെങ്കിൽ നമ്മളൊരു L2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലൈനിൻ്റെ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കണം. കണ്ടീഷൻ ഇതാണ്, L1 and L2 are parallel to each other and L2 passes through a point crossing the y axis at a distance
2 units below the origin. ഒറിജിനേക്കാളും താഴെ, ഒറിജിൻ്റെ താഴെ 2 units കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഒറിജിൻ്റെ താഴെയുള്ള ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് 0, -2 ആണ്. Y axis at a distance 2 units below the origin. So L2 passes through the point 0, -2. അപ്പോൾ കണ്ടീഷൻ ഓഫ് പാരലിസം ഉപയോഗിക്കണം, പിന്നെ ഈ പോയിന്റ് ഉപയോഗിക്കണം. ഇവിടുന്ന് സ്ലോപ്പ് കിട്ടും, പിന്നെ ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ട്, അവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത് പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. പോയിന്റ് സ്ലോപ്പ് ഫോം. നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. L1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. Given that L1 passes through a point 0, 2 and angle of inclination is 2π/3. 2π/3 എന്ന് വെച്ചാൽ 360 divided by 3 ആണ്, which is equal to 120. So this angle theta is 120 degree. രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ ഫിഗർ ആണിത്. ഇത് നമ്മുടെ L2 ആണ്. L2 is parallel to L1 and L2 passes through 0, -2. ഓക്കെ, ആദ്യം നമുക്ക് L1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, അതിനുശേഷം L2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, L1 passes through 0, 2. So x1y1 equal to 0, 2 and angle of inclination is 120 degree. So slope m equal to tan theta, which is equal to tan 120 degree. Tan 120 degree, which is equal to tan of 90 degree plus 30 degree. Tan 90 plus theta is minus cot theta, minus cot 30 degree. 90 വന്നു കഴിഞ്ഞാൽ cot trigonometric function cot വരും. 90 plus theta എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, അവിടെ tan നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് വരും. മൈനസ് cot 30. Okay, so which is equal to minus of √3. Cot 30 is equal to, ഇവിടെ 2, 1, √3, ഇവിടെയാണ് 30 degree ഉള്ളത്. Cot 30 is adjacent side by opposite side, √3/1, which is √3. So minus cot 30 degrees minus √3. So slope is equal to minus √3. So equation of line is point slope form ഉപയോഗിക്കണം. y minus y1 equal to m into x minus x1. y1 is 2. y minus 2 equal to minus √3 into x minus 0. x1 is 0. So y minus 2 equal to minus √3x. That is √3x plus y minus 2 equal to 0. So equation of line L1 is √3x plus y minus 2 equal to 0. ഇനി നമ്മൾ L2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. കണ്ടീഷൻ is L2 is parallel to L1. So we have to use condition of parallelism. What is condition of parallelism? Slopes are equal. M1 is equal to M2. അപ്പോൾ നമ്മൾ L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈനസ് √3 ആണ്. അതുകൊണ്ട് L2ന്റെ സ്ലോപ്പും മൈനസ് √3 തന്നെ ആയിരിക്കും. Since L1 is parallel to L2, we have M1 equal to M2. So slope of L2 is equal to minus √3, and this L2 passes through a point x1/1, which is equal to 0, -2. Passes through a point 0, -2. So equation of L2 is y minus y1 equal to m into x minus x1. That is y minus -2 equal to minus √3 into x minus 0. That is y plus 2 equal to minus √3x. This implies √3x plus y plus 2 equal to 0. This is equation of L2. √3x plus y plus 2 equal to 0. Now 13th one. The perpendicular from the origin to a line meets it at the point -2, 9. Find the equation of the line. Okay, origin നിന്ന് വരച്ച perpendicular ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. -2, 9 ആണ് ആ പോയിന്റ്. നമ്മൾ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫിഗർ ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ L. ഇതാണ് നമ്മുടെ ലൈൻ L. ഒറിജിൻ നിന്നും, O എന്ന് പറഞ്ഞ ഒറിജിൻ നിന്നും ഈ ലൈൻ എല്ലിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് A -2, 9 ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ
ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് -2, 9 ആണ്. ഓക്കെ, നമ്മൾ എല്ലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം എൽ ഈ ഒ എ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ആണ്. ഒ എ ഇസ് പെർപെൻഡിക്കുലർ ടു എൽ. അപ്പൊ നമുക്ക് ഒ അറിയാം, എ അറിയാം, ഈ രണ്ട് പോയിന്റ്സും അറിയാം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഒ എയുടെ സ്ലോപ്പ് m1 കണ്ടുപിടിക്കാം. അപ്പൊ എല്ലിന്റെ സ്ലോപ്പ് m2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് കണ്ടീഷൻ ഓഫ് പെർപെൻഡിക്കുലാരിറ്റി. m1 into m2 equal to -1. So m2 equal to -1 divided by m1. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒ എ എന്ന് പറഞ്ഞ ഈ സെഗ്മെന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലിന്റെ സ്ലോപ്പ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റും കൂടിയുണ്ട്. സ്ലോപ്പ് പോയിന്റ് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചുകൊണ്ട് എല്ലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒ എയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഒറിജിൻ 0, 0, എ ഇസ് ദ പോയിന്റ്, -2, 9. സ്ലോപ്പ് ഓഫ് ഒ എ, slope of OA equal to y2 minus y1 divided by x2 minus x1, that is 9 minus 0 divided by -2 minus 0, 9 divided by -2 which is -9 by 2. Now slope of L, slope of given line L equal to -1 divided by slope of OA. Slope of OA condition ഇതാണ്, m1 into m2 equal to -1. m2 equal to -1 divided by m1. Slope of L is equal to -1 divided by slope of OA. That is -1 divided by -9 by 2. Minus minus cancel ചെയ്തു പോകും. 9 by 2 ന്റെ reciprocal 2 by 9. Okay, so slope of L is equal to 2 by 9. And L passes through the point x1 y1 equal to -2, 9. ഈ -2, 9 എന്ന് പറയുന്നത് Lന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കണം. y minus y1 equal to m into x minus x1. That is y minus 9 equal to m is 2 by 9. 2 by 9 into x minus x1, x minus -2. This implies 9 into y minus 9 equal to 2 into x plus 2. That is 9y minus 81 equal to 2x plus 4. ഈ രണ്ട് ടേംസിനെയും നമ്മൾ RHSലേക്ക് കൊണ്ടുപോകണം. 2x minus 9y plus 4 plus 81 equal to 0. That is 2x minus 9y plus 85 equal to 0. This is the required equation of line. 2x minus 9y plus 85 equal to 0. Now 14th one, by using concept of equation of a line, prove that the 3 points 3, 0, -2 and 8, 2 are collinear. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഗിവൻ 3 പോയിന്റ്സ് ആർ കൊലീനിയർ. തന്നിരിക്കുന്ന പോയിന്റ്സ് ഇതാണ്: എ 3, 0, ബി -2, സി 8, 2. ഓക്കെ, 3 പോയിന്റ്സ് ആർ സെഡ് ടു ബി കൊലീനിയർ ഇഫ് ദേ ലൈസ് ഓൺ എ ലൈൻ. ഒരു ലൈനിന്റെ മുകളിലാണ് 3 പോയിന്റ്സ് വരുന്നെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് കൊലീനിയർ പോയിന്റ്സ്. 3 points A, B, C are said to be collinear if these 3 points lies on same line. അപ്പോൾ നമ്മൾ ഈ സെയിം ലൈനിന്റെ മുകളിലാണ് എ ബി സി ഇരിക്കുന്നത്. സോ സ്ലോപ്പ് ഓഫ് എ ബി is equal to slope of BC. Okay, slope of AB equal to slope of BC. A is the point 3, 0, B -2, C 8, 2. Condition of collinearity is slope of AB equal to slope of BC. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്കിപ്പോൾ നോക്കാം. Slope of AB, slope is y2 minus y1 divided by x2 minus x1, -2 minus 0 divided by -2 minus 3, -2 divided by -5 which is equal to 2 by 5. Now slope of BC, slope of BC, y2 minus y1 divided by x2 minus x1, BC. So y2 is 2, y1 is -2, x2 is 8, x1 is -2. 4 divided by 10 which is equal to 2 by 5. So slope of AB equal to slope of BC. So ABC are collinear. ABC are collinear points. അപ്പോൾ നമ്മളിപ്പോൾ എക്സസൈസ് 10.2 ഇമ്പോർട്ടൻ്റ് ആയ 14 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം.
എല്ലാ പ്രോബ്ലംസും ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.